പിന്നീട് കുഞ്ഞു സ്നേഹയും ലക്ഷ്മി അമ്മയുടെ മോളും ഒന്നിച്ച് കളിച്ചു വളർന്നു. ഇടയ്ക്കൊക്കെ ലക്ഷ്മി അമ്മ രണ്ടുപേരെയും കുറച്ച് സമയം ചായക്കടയിൽ കൊണ്ടുപോകും. പക്ഷേ കടയിലെത്തിയാൽ കുഞ്ഞു സ്നേഹിക്കൊരു മ്ലാനത ഉണ്ടാകാറുണ്ട്. തിരികെ വന്നാൽ കളിക്കാതെ എന്തോ ഓർത്തിരിക്കും. അമ്മ എവിടെ എന്നൊക്കെ ചിന്തിച്ചിരിക്കും. എന്നാൽ ലക്ഷ്മി അമ്മയുടെ ഭർത്താവ് കശുമാവിൻ കൊമ്പത്ത് വലിയ കയറൊക്കെ കെട്ടി ഊഞ്ഞാൽ കെട്ടി ഇവരെ രണ്ടുപേരെയും ആട്ടിക്കൊണ്ട് അപ്പൂപ്പനും അമ്മൂമ്മയുടെയും ഒക്കെ കഥ പറഞ്ഞു കൊടുക്കും. കുഞ്ഞു സ്നേഹയെ സന്തോഷിപ്പിച്ച് അങ്ങനെ ഒരു നാൾ പുത്തൻ ഉടുപ്പൊക്കെ വാങ്ങി അച്ഛൻ വന്നു. എന്നിട്ട് കുഞ്ഞു സ്നേഹയെ എടുത്ത് ഓമനിച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ആശാൻ കളരിയിൽ പഠിക്കാൻ പോകണ്ടേ എന്ന്. കുറേ കൂട്ടുകാരൊക്കെ അവിടെയുണ്ട്, മോള് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞു സ്നേഹയ്ക്ക് സന്തോഷമായി. അങ്ങനെ കൊണ്ടുപോയി വെറ്റില, പാക്ക്, ദക്ഷിണ ഒക്കെ കൊടുത്ത് ആശാൻ കുഞ്ഞ് കയ്യിൽ പിടിച്ച് മണലിൽ എഴുതി പഠിപ്പിച്ചു തുടങ്ങി. ഒരു വലിയ മാവുണ്ടായിരുന്നു ആ കളരിമുറ്റത്ത്. അതിൽ നിന്ന് മാങ്ങ വീഴുമ്പോൾ ആശാൻ അരയിൽ നിന്നൊരു പിച്ചാത്തി എടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എല്ലാ കുട്ടികൾക്കും കൊടുക്കുമായിരുന്നു. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞു സ്നേഹയ്ക്ക് കാലിൽ കരപ്പൻ പിടിപെട്ടു. മുട്ടിന് താഴെ ചെറിയ ചെറിയ കുമിളകൾ പോലെ നല്ല വേദനയും നീരും. ലക്ഷ്മി അമ്മ ജോലി കഴിഞ്ഞ് വന്നാൽ കുറച്ച് കൊടിത്തല മുറിച്ച് ചുറ്റിക വെച്ച് ചതച്ച് വെള്ളത്തിൽ തിളപ്പിച്ചാറിച്ച് കുഞ്ഞു സ്നേഹയെ വിളിച്ച് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളം കൊണ്ട് കുളിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കാലിൽ ലക്ഷ്മി അമ്മ ചവിട്ടി നിൽക്കും, ഓടാതെ. അല്ലെങ്കിൽ ഇങ്ങനെ വേദന എടുക്കുമ്പോൾ ഓടില്ലേ, ഓടാതെ ഇരിക്കാൻ കാലിൽ ചവിട്ടിയിട്ട് കൈകൾ രണ്ടും ഒരു കയ്യിൽ പിടിച്ച് ആ കൊടുത്തണ്ട് ചതച്ചതെടുത്തിട്ട് നല്ല മുറുക്കെ ആ കരപ്പനുള്ള ഭാഗത്ത് തേച്ച് കഴുകും. ആ നാട് മുഴുവൻ കേൾക്കാൻ പാകത്തിന് കരഞ്ഞാലും ലക്ഷ്മി അമ്മ വിടില്ല. മുഴുവൻ പൊറ്റനൊക്കെ ഇളക്കി തേച്ച് കഴുകി വരുമ്പോൾ ചേന ചെത്തിയതുപോലെ കുഞ്ഞു സ്നേഹയുടെ കാലിൽ പാടുണ്ടാവും. പിന്നെയും വിടില്ല. ഏതോ വൈദ്യൻ കൊടുത്ത കുഴമ്പൊക്കെ കോഴിയുടെ തൂവൽ കൊണ്ട് ആ ചോര വന്നിരിക്കുന്ന കാലിൽ പുരട്ടും. അപ്പോൾ ഒന്നുകൂടി നീറ്റൽ കൂടും. അപ്പോൾ ലക്ഷ്മി അമ്മയുടെ ഭർത്താവ് പറയും, അമ്മയില്ലാത്ത ആ കുഞ്ഞിനെ നീ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറയും. പക്ഷേ ഇത് കരിയണ്ടേ എന്ന് ചോദിക്കും ലക്ഷ്മി അമ്മ ദേഷ്യത്തോടെ.